വെനിൻസുല ഒരു തുടക്കം മാത്രം. ഇനി ഗ്രീൻലാൻഡും ബൊളീവിയയും ഒക്കെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ലോക പോലീസുകാരൻ എന്ന ചമയത്തിനിടയിലും അമേരിക്കൻ വിദേശ നയങ്ങളെ നയിക്കുന്നത് കേവലം ഒരു ജനാധിപത്യ സംരക്ഷണമല്ല, മറിച്ച് അധമ്യമായ വിഭവദാഹമാണ്. വെനിൻസുലയെ തകർക്കാൻ അമേരിക്ക ഇത്രയേറെ വാശി കാണിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ആ രാജ്യത്തെ അഗാധമായ എണ്ണ ശേഖരമല്ലാതെ മറ്റെന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യം എന്ന നിലയിൽ വെനിൻസുലയെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയാൽ ആഗോള ഊർജ വിപണിയെ പൂർണ്ണമായും ശ്വസിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ അവിടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഈ കറുത്ത പൊന്നിന് വേണ്ടി തന്നെയാണ്. വെനിൻസുലയിലെ എണ്ണ കമ്പനികൾ അമേരിക്കൻ കുത്തകൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഏത് ഭരണാധികാരിയും അമേരിക്കയുടെ കണ്ണിൽ സ്വേച്ഛാധിപതിയാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ വിഭവ കൊള്ളയുടെ മറ്റൊരു ആധുനിക പതിപ്പാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള അമേരിക്കയുടെ താല്പര്യവും. ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഈ ദ്വീപ് വാങ്ങാൻ അമേരിക്ക താല്പര്യം പ്രകടിപ്പിച്ചത് ലോകത്തെ ഞെട്ടിച്ചുവെങ്കിലും അതിന്റെ പിന്നിൽ വലിയൊരു തന്ത്രം തന്നെയുണ്ട്. ആഗോള താപനം മൂലം ആർട്ടിക്കിലെ മഞ്ഞുരുകുമ്പോൾ അവിടെ മറഞ്ഞു കിടക്കുന്ന സ്വർണം, വജ്രം, യുറേനിയം, അപൂർവ ധാതുക്കൾ എന്നിവ കൈക്കലാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കൂടാതെ ചൈനയ്ക്കും റഷ്യയ്ക്കുമെതിരെ ആർട്ടിക്കിൽ ഒരു സൈനികാധിപത്യം ഉറപ്പാക്കാനും ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെനിൻസുല ഒരു തുടക്കം മാത്രമാണ് എന്ന്. അമേരിക്കൻ അധിനിവേശ ചരിത്രം പരിശോധിച്ചാൽ അവർ കണ്ണുവെച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒന്നുകിൽ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമോ അല്ലെങ്കിൽ സൈനികമായോ തന്ത്രപ്രധാനമായോ മേഖലകളോ ആയിരിക്കും. മിഡിൽ ഈസ്റ്റിലെ ഇറാഖും ലിബിയയും ഇതിന്റെ ഏറ്റവും വലിയ ഇരകളാണ്. സദ്ദാം ഹുസൈന്റെ പക്കൽ രാസായുധമുണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച് ഇറാഖിനെ തകർത്തത് അവിടുത്തെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. സമാനമായ രീതിയിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമായ ലിബിയയെ ഗദ്ദാഫിയുടെ പതനത്തിലൂടെ അമേരിക്ക അസ്ഥിരപ്പെടുത്തുകയുണ്ടായി. ആധുനിക കാലത്ത് അമേരിക്കയുടെ പ്രധാന ആകർഷണ ഘടകം ഡിജിറ്റൽ യുഗത്തിന് ആവശ്യമായ അത്യപൂർവ ധാതുക്കളാണ്. അതിന്റെ ശേഖരമാണ് ഗ്രീൻലാൻഡ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും ബാറ്ററികൾക്കും ആവശ്യമായ ലിഥിയം നിക്ഷേപം ധാരാളമുള്ള ബൊളീവിയയിൽ നടന്ന ഭരണകൂട അട്ടിമറി ശ്രമങ്ങൾക്ക് പിന്നിലും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നിഴൽ നമുക്ക് കാണാം. വിഭവസമ്പന്നമായ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആഭ്യന്തര കലാപങ്ങളിൽ അമേരിക്ക ഇടപെടുന്നതും അവിടുത്തെ സ്വർണവും വജ്രവും കൊള്ളയടിക്കാൻ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളെ പുല്ലുപോലെ പരിഗണിച്ച് ദുർബല രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്ന ഈ രീതി ഒരു പുതിയ തരം കൊളോണിയലിസം തന്നെയാണ്. ആയുധം കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തി ജനങ്ങളെ പട്ടിണിക്കിട്ടും ചാരന്മാരെ വിട്ട് ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിച്ചും അമേരിക്ക തങ്ങളുടെ അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം എന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന ഈ കൊള്ളകൾ സത്യത്തിൽ ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. വരും കാലങ്ങളിൽ വെള്ളത്തിനും അപൂർവ ധാതുക്കൾക്കും വേണ്ടിയുള്ള വലിയ യുദ്ധങ്ങൾ അമേരിക്ക ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നതിന്റെ സൂചനകളാണ് ഗ്രീൻലാൻഡിനും വെനിൻസുലയ്ക്കും നേരെയുള്ള അവരുടെ നീക്കങ്ങളൊക്കെ. ഇത്തരത്തിൽ ലോകത്തിന്റെ എല്ലാ കോണുകളിലും കണ്ണുവെക്കുന്ന അമേരിക്കൻ അധിനിവേശ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നത് ലോക സമാധാനത്തിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതവുമാണ്. അമേരിക്കൻ വിദേശ നയത്തിന്റെ ആധാരശിലയെന്ന് വിശേഷിപ്പിക്കാവുന്ന മൺട്രോ ഡോക്ട്രിൻ എന്ന നയത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചും വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ മാത്രമാണ് അമേരിക്കയുടെ നയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 1823 അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് മാൻട്രോ പ്രഖ്യാപിച്ച ഈ നയം ലളിതമായി പറയുകയാണെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ അമേരിക്കക്കാരുടേതാണ് എന്ന കാര്യമാണ്. അതായത് യൂറോപ്യൻ ശക്തികൾ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ, അതായത് നോർത്തും സൗത്ത് അമേരിക്കയിൽ ഇടപെടുന്നത് തടയുകയായിരുന്നു ഇതിന്റെ ആദ്യകാല ലക്ഷ്യം. എന്നാൽ കാലക്രമേണ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ പിന്മുറ്റമാണെന്നും അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് എന്നുമുള്ള ധാർഷ്ട്യമായി ഈ നയം പിന്നീട് രൂപാന്തരം പ്രാപിച്ചു. വെനിൻസുലയിൽ ഇന്ന് നാം കാണുന്ന എല്ലാ അട്ടിമറി നീക്കങ്ങളുടെയും സൈദ്ധാന്തിക അടിത്തറ ഈ മൺട്രോ ഡോക്ട്രിൻ തന്നെയാണ്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ഭരണകൂടവും അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പാടില്ലെന്ന അമേരിക്കയുടെ നിർബന്ധമാണ് ഇതിന് കാരണം. വെനിൻസുലയിലെ എണ്ണശേഖരം റഷ്യയോ ചൈനയോ നിയന്ത്രിക്കുന്നത് തങ്ങളുടെ പിൻമുറ്റത്തെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അമേരിക്ക കരുതുന്നു. ഇതിന്റെ ഫലമായാണ് സാങ്ഷനുകളും ഭരണകൂട അട്ടിമറി ശ്രമങ്ങളും അവിടെ നിരന്തരം നടക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള നീക്കം അമേരിക്കയുടെ ഈ അധിനിവേശ മോഹത്തിന്റെ പുതിയൊരു മുഖമാണ് കേട്ടോ. ആഗോള താപനം മൂലം ആർട്ടിക്കിലെ മഞ്ഞുപാളികൾ ഉരുകുന്നതോടെ പുതിയ കപ്പൽ ചാലുകൾ തുറക്കപ്പെടുകയും അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ കൂടുതൽ ലഭ്യമാകാനും തുടങ്ങും. ആർട്ടിക്കിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഗ്രീൻലാൻഡിലെ സൈനിക സാന്നിധ്യം അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതവുമാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളും അവിടേക്ക് വരുന്നുണ്ട്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിലൂടെ അവിടുത്തെ അപൂർവ ധാതുക്കളുടെ മേൽ നിയന്ത്രണം ഉറപ്പിക്കാമെന്നും അമേരിക്ക കണക്ക് കൂട്ടുന്നു. അത് സാമ്പത്തികപരമായിട്ടുള്ള ലക്ഷ്യവും അതുപോലെ തന്നെ ഇവിടെ സൈനികപരമായിട്ടുള്ള ലക്ഷ്യവുമുണ്ട്.
അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന അധിനിവേശ തന്ത്രങ്ങളെയും അതിന് പിന്നിലെ വിഭവ കൊള്ളയെയും കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതാണ് ഇത്ര പറഞ്ഞത്. സാമ്രാജ്യത്തിന്റെ വിഭവ ഭൂപടമാണ് ആദ്യത്തേത്. അതായത് ആഗോള സുരക്ഷയുടെ മറവിൽ അമേരിക്ക നടത്തുന്ന അധിനിവേശ യുദ്ധങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ മാൻഡ്രോ ഡോക്ട്രിൻ മുതൽ 21-ാം നൂറ്റാണ്ടിലെ ഭരണകൂട അട്ടിമറികൾ വരെ നീളുന്ന അമേരിക്കൻ തന്ത്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇതര രാജ്യങ്ങളുടെ പരമാധികാരത്തെ അല്ല, മറിച്ച് അവിടുത്തെ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന സമ്പത്തിനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വെനിസ്വേലയിൽ എണ്ണപ്പാടങ്ങൾ മുതൽ ആർട്ടിക്കിലെ മഞ്ഞുപാളികൾക്ക് താഴെയുള്ള ധാതുക്കൾ വരെ നീളുന്ന ഈ അധിനിവേശ മോഹം ലോകത്തെ ഒരു പുതിയ കൊളോണിയൽ കാലഘട്ടത്തിലേക്ക് തന്നെ നയിക്കും. ഇവിടെ ഭരിക്കുന്നത് ലോക പോലീസ് ചമയുന്ന അമേരിക്കയാണ് എന്ന് മാത്രം. മറ്റു രാജ്യങ്ങൾക്കൊന്നും ശബ്ദമില്ലല്ലോ. അമേരിക്കയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി ഇന്ന് ബൊളീവിയ മാറുന്നത് അവിടുത്തെ വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന ലിഥിയം ശേഖരം കാരണമാണ്. ഞാൻ പറഞ്ഞതുപോലെ ബൊളീവിയ മറ്റൊരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ബൊളീവിയ. ഭാവിയിലെ വാഹന വിപ്ലവമായ ഇലക്ട്രോണിക് കാറുകളുടെ ബാറ്ററികൾ നിർമ്മിക്കാൻ ലിഥിയം അത്യാവശ്യവുമാണ്. സ്മാർട്ട് ഫോണുകൾ മുതൽ ബഹിരാകാശ വാഹനങ്ങൾ വരെ ലിഥിയം ബാറ്ററികളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ബൊളീവിയയിലെ വിഭവങ്ങൾ സ്വന്തം ജനതയുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ച ഇവോ മൊറാലിസിനെ പോലുള്ള ഭരണാധികാരികളെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാര സംഘടനകൾ ശ്രമിച്ചത് ഈ ധാതു സമ്പത്തിന് മേൽ നിയന്ത്രണം ഉറപ്പിക്കാൻ തന്നെയാണ്. ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണെന്ന പേരിൽ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ സത്യത്തിൽ ടെക്നോളജി കുത്തകകൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ പണികളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. പസഫിക് മേഖലയിൽ ദക്ഷിണ ചൈന കടൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഘർഷ മേഖലയായി മാറിയിരിക്കുന്നുണ്ട്. ചൈനയുടെ വളർച്ച തടയുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന് പുറമെ ഈ സമുദ്രഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന വമ്പിച്ച എണ്ണ പ്രകൃതിവാതക നിക്ഷേപമാണ് അമേരിക്കയെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ആഗോള വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഈ കപ്പൽ ചാലുകളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിലൂടെ ഏഷ്യയിലെ സാമ്പത്തിക ഇടപാടുകളെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കി ചൈനയെ വിരിഞ്ഞു മുറുക്കുന്നത് വിഭവങ്ങളുടെ മേലുള്ള ഈ ആധിപത്യം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം, അതായത് ആഫ്രിക്കോം എന്ന സൈനിക സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് അവിടുത്തെ ഭീകരവാദം തുടച്ചു നീക്കാനല്ല, മറിച്ച് വജ്രം, സ്വർണം, കൊബാൾട്ട് തുടങ്ങിയ വിലപിടിപ്പുള്ള ധാതുക്കൾ കൊള്ളയടിക്കാനാണ്. ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത കൊബാൾട്ടിന്റെ പകുതിയിലധികം വരുന്നത് കോങ്കോയിൽ നിന്നാണ്. അവിടുത്തെ ആഭ്യന്തര കലാപങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആയുധം, പണവും നൽകി സഹായിക്കുന്നതിലൂടെ അവിടുത്തെ ഖനികളിൽ മേൽക്കോയ്മ നേടാൻ അമേരിക്കൻ കുത്തക കമ്പനികൾക്ക് സാധിക്കുന്നുമുണ്ട്. ഇങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അമേരിക്കയെ ഈ തന്ത്രപരമായ മേഖലകളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. ഒന്നാമത്തേത് ഊർജ്ജ സുരക്ഷയാണ്. ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക വിതരണ ശൃംഖലയെ നിയന്ത്രിക്കുക വഴി ലോക സമ്പദ് വ്യവസ്ഥയെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുണ്ട്. രണ്ടാമത്തത് ഭാവിയിലെ വിഭവങ്ങളാണ്. ഇനിയുള്ള കാലം യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത് എണ്ണയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ലിഥിയം, കൊബാൾട്ട്, അപൂർവ ധാതുക്കൾ എന്നിവയ്ക്ക് വേണ്ടി തന്നെയാണ്. ഈ വിഭവങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളെ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയോ അട്ടിമറികളിലൂടെയോ വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. മൂന്നാമത്തത് തന്ത്രപരമായ സ്ഥാനമാണ്. റഷ്യയെയും ചൈനയെയും പോലുള്ള വൻ ശക്തികളെ നിരീക്ഷിക്കാനും തടയാനും സാധിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഇടങ്ങളിൽ താവളങ്ങൾ ഉറപ്പിക്കുക എന്നത് അമേരിക്കയുടെ സൈനിക അജണ്ട തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യം സംരക്ഷിക്കാനെന്നോ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനെന്നോ ഉള്ള അമേരിക്കയുടെ വാദങ്ങൾ വെറും പൊള്ളയാണ് എന്നർത്ഥം. ഇറാനിലും വെനിസ്വേലയിലും അവർ നടത്തുന്ന ഇടപെടലുകൾ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന ഈ ആധുനിക അധിനിവേശ യുദ്ധങ്ങൾ ലോക സമാധാനത്തിന് വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു രാജ്യവും തയ്യാറല്ല. സ്വന്തം രാജ്യത്തെ ലാഭക്കൊതിയന്മാരായ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ലോകത്തെ മറ്റൊരു കൊളോണിയൽ കാലഘട്ടത്തിലേക്ക് തള്ളിവിടുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഈ പോക്ക് മാനവരാശിയെ തന്നെ വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും നയിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.